സ്പെഷ്യൽ മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പച്ചക്കുരുമുളക് അരച്ച മത്തി ഫ്രൈ. ഞാൻ സാവിത്രി സുരേഷ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മത്തി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4 കുരുമുളക് തണ്ടെടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളതാണ്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2 ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കുറച്ച് മതി. ഇതിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതൊരു 1/2 നാരങ്ങയുടെ നീര്, കറിവേപ്പില കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. നമുക്ക് ആദ്യം ഇതൊന്ന് ഉതിർത്തിയെടുത്തിട്ട് അരച്ചെടുക്കണം. കുരുമുളകൊക്കെ തണ്ടിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞിടാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒരു ടീസ്പൂൺ ഇടാം. ലെമൺ ജ്യൂസ്. ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം. മത്തിയൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നല്ല മസാലയൊക്കെ നല്ല പിടിച്ചു വരും. 1/2 മണിക്കൂർ അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആണ് ഇത് വറുത്തെടുക്കേണ്ടത്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി മത്തി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ മത്തി ക്ലീൻ ചെയ്തതാണ് കേട്ടോ. മത്തി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഈ പച്ചക്കുരുമുളക്. നെയ്യുള്ള മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മത്തിയൊക്കെ ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കരുത്. അത് അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല. കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ പോകും. ഇത് ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം ആയിട്ടുണ്ട് ആകെ. ഇത് ചൂടോടെ കഴിക്കണം, അതാണ് ടേസ്റ്റ്.